ഓർക്കണമേ. മാതാവേ, വിശ്വാസധൈര്യപ്പെട്ട് അതിന്റെ തൃപ്പാസംഗം അണിയുന്നു. ലഭിച്ച കണ്ണു നിറച്ചെന്തി പാപിയാതിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് എന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ക്രിസ്തീയ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ നീക്കുവാമേ. ശിവജായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിന്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ദൈവഹിതത്തിന്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. തിരുസഭയാകും മൗതികദേഹം, യേശുവിന്റെ മൗതികദേഹം. കൂട്ടായ്മ, കൂട്ടായ്മ, ദൈവരാജ്യ കൂട്ടായ്മ. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസ്സായി തീർന്നിടും ബന്ധം. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസ്സായി തീർന്നിടും ബന്ധം. അപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. അപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിന്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. 133 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. സഹോദരരുടെ ഐക്യം. സഹോദരർ ഏകമനസ്സായി വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്.
അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്ഷാകര പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന അങ്ങയുടെ രക്ഷ നേടിത്തന്ന അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ തടസ്സമായ ഞങ്ങളുടെ പാപാവസ്ഥയെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം പോലെ ഞങ്ങളുടെ കൂട്ടായ്മകളിലും പരസ്പരം നിഷ്കളങ്ക സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയേകണമേ. ആദിമസഭയിലെ ക്രൈസ്തവ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. സഭാപ്രബോധനങ്ങളിലൂടെയും കൂട്ടായ്മകളിലൂടെയും കൂദാശകളിലൂടെയും അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണം. ഈശോ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ അങ്ങയെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവസ്നേഹം അനുഭവിക്കുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയണമേ. വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ കഴിഞ്ഞു വരുന്ന ഞങ്ങളെ ഈ ശുശ്രൂഷയുടെ ഒന്നിപ്പിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നന്ദി പറയും. മിസ്സിയോ കൂട്ടായ്മയെ അങ്ങയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരിലും അഭിഷേകം നിറയ്ക്കണം. ഈ മീറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും സാങ്കേതിക വിദ്യയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സൂം പ്ലാറ്റ്ഫോം നമുക്കായി ഒരുക്കിത്തന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകും, നിങ്ങളുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോക സുവിശേഷവൽക്കരണം സാധ്യമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മിസ്സിയോ പ്രിലിംസ് 20ാമത്തെ ബാച്ചിന്റെ 8ാമത്തെ സെഷനിൽ ഒന്നിച്ചായിരിക്കുന്ന മിസ്സിയോ കുടുംബാംഗങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ സമയം ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഏവരെയും ദൈവനാമത്തിൽ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ വിജയത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച മിസ്സിയോ ഫാമിലിക്കും മനോഹരമായ ഗാനം ആലപിച്ച രജിത് ചേട്ടനും തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സന്തോഷ് ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. മിസ്സിയോയുടെ രക്ഷാധികാരിയും ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സെഷനിൽ ഫൈനൽ ബ്ലെസ്സിംഗ് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് റെവറൻഡ് ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛനാണ്. അച്ഛനെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോയുടെ സാരഥികളായ ആലിസുകുട്ടി ചേച്ചിയെയും ടോമിച്ചൻ ചേട്ടനെയും ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സെഷനിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ടെൻസി മാത്യു, ജെസ്സി മാത്യു, വത്സമ്മ ജോസഫ്, ഡോക്ടർ AJ അഗസ്റ്റിൻ എന്നിവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളിലൂടെയും പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെയും കടന്നുപോയി പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവും അഭിഷേകവും നമുക്ക് ലഭിച്ചു. ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും നമുക്ക് സാധിക്കും. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രൊക്ലമേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ടെൻസി മാത്യുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ദിഷ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല.
പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈശോയുമായി കൂട്ടായ്മയിലാകുന്ന വ്യക്തി ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ബോധ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസ്സത്ത ഈ വചനങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. കൂട്ടായ്മയിൽ മനുഷ്യകുലം ജീവിക്കാനാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തന്റെ സ്നേഹ കൂട്ടായ്മയിലാണ് മനുഷ്യ സൃഷ്ടി നടത്തുന്നത്. ഉൽപ്പത്തി 2:18 നാം വായിക്കുന്നത് പോലെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്മ കണ്ട ദൈവം അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് പർദീസായിൽ സ്നേഹത്തിലും സമാധാനത്തിലും സഹവസിക്കുവാൻ പർദീസായിലാക്കി. സങ്കീർത്തനം 133:1 നാം ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാർ ഐക്യത്തോടെ വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകിയിറങ്ങുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണിത്. മനുഷ്യൻ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്നിടത്ത് കൂട്ടായ്മ അനുഭവവേദ്യമാകുന്നു. ത്രിയേക ദൈവം വളരെയധികം സന്തോഷിക്കുന്നു. ഉൽപ്പത്തി 12:2 എബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് വളർത്തി വലുതാക്കി വലിയൊരു ജനതയാക്കാനാണ്. കടലിലെ മണൽത്തരി പോലെ എബ്രാഹത്തിന്റെ സന്തതികളെ വർദ്ധിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിക്കുമ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. സ്വയമേ വിക്കനായ മോശ തടസ്സം പറയുമ്പോൾ അവന് കൂട്ടായിട്ട് അഹ്റോനെ ദൈവം കൊടുക്കുന്നു. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നത്. സഭാപ്രസംഗം 4 അധ്യായത്തിൽ കൂട്ടായ്മയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നു. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കയറുന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും. 2 പേരാണെങ്കിൽ ചേർക്കാൻ കഴിയും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. മനുഷ്യനും ആയിട്ടുള്ള ബന്ധത്തിൽ ദൈവവുമായി ഒന്നു ചേരുമ്പോൾ ഒരു മുപ്പിരിച്ചരടായി സുദൃഢമായ ഒരു ബന്ധം അവിടെ സാധ്യമാകുകയാണ്. അത് എളുപ്പം പൊട്ടിക്കാൻ സാധിക്കുകയില്ല. സുഭാഷിതങ്ങൾ 27:17 നാം വായിക്കുന്നു: ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, ഒരാൾ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. പരസ്പരം തിരുത്തലുകൾ നടത്തുവാനും വളരുവാനും പോരായ്മകൾ നീക്കി മുന്നേറുവാനും കൂട്ടായ്മകൾ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. ഈശോയുടെ ജീവിതത്തിൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ തന്റെ ശിഷ്യന്മാരെ ഓരോ ദിവസവും കൂട്ടായ്മയുടെ മഹാത്മ്യം മനസ്സിലാക്കിയാണ് ഈശോ വളർത്തിക്കൊണ്ടുവരുന്നത്. അവരെ സുവിശേഷ പ്രഘോഷണത്തിന് നയിക്കുന്നത് മർക്കോസ് 6:7 2 പേർ വീതമായിട്ടാണ്. കൂട്ടായ്മയുടെ ആ ജീവിതം എന്നും ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. മത്തായി 18:19 ഇങ്ങനെ വായിക്കുന്നു: 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗീയ പിതാവ് നിറവേറ്റിത്തരും. 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കും. ക്രിസ്തീയ കൂട്ടായ്മകളിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ കൂട്ടായ്മകളിൽ ഈശോ അവിടെ സന്നിഹിതനായി നമ്മെ നയിക്കാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായകനായി എപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 2 അധ്യായത്തിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. ആ തളർവാദ രോഗിയുടെ സ്നേഹിതന്മാരുടെ കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് അവന് സൗഖ്യം ലഭ്യമാകുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:42 ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പമുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നത് വിവരിക്കുന്നുണ്ട്. ക്രിസ്തീയ കൂട്ടായ്മകളിൽ വേണ്ട 4 പ്രധാന കാര്യങ്ങളാണ് പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പമുറിക്കൽ. പരസ്പരം പങ്കുവെച്ചും
പരസ്പരം പങ്കുവെച്ചും പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചും ക്രിസ്തീയ കൂട്ടായ്മകൾ മുന്നേറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ മരണശേഷം മാതാവിന്റെ നേതൃത്വത്തിൽ സിയോൺ മണിമാളികയിൽ ഒന്നിച്ചിരുന്ന അപ്പസ്തോലന്മാരിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ വിവരിക്കുന്നുണ്ട്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും വിറ്റ് സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ ഫ്രട്ടേണിറ്റി ട്യൂറ്റി എന്ന ചാക്രിക ലേഖനത്തിൽ ഭൂമി പൊതുഭവനമാണെന്നും എല്ലാ മനുഷ്യരും സഹോദരരുമാണെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹവും ജീവിക്കുവാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലാതാകും, സാഹോദര്യവും കൂട്ടായ്മയും എല്ലാ ദിവസവും വർദ്ധിച്ചു കൊണ്ടുവരും. ഈശോ തന്റെ മാതാപിതാക്കൾക്ക് വിധേയനായി തിരുക്കുടുംബത്തിൽ ജീവിച്ചു. ഇന്നത്തെ കുടുംബത്തിന്റെ ഉദാത്ത മാതൃകയാണ് തിരുക്കുടുംബം. മാതാവും യേശുപിതാവും അടങ്ങുന്ന കുടുംബത്തിൽ ഈശോ അവർക്ക് വിധേയനായി 30 വർഷക്കാലം ജീവിച്ചു. നമ്മുടെ കുടുംബങ്ങളുടെ ഒരു മാതൃകയാണ് തിരുക്കുടുംബം. അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം പരസ്പരം സഹായിച്ചും പങ്കുവെച്ചും തിരുത്തിരുകൾ കൊടുത്തു മുന്നേറുമ്പോൾ അവിടെ സ്നേഹം സംജാതമാവുന്നു, കൂട്ടായ്മ വളരുന്നു. ഇടവകയാവുന്ന കുടുംബത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അനുദിനമുള്ള പ്രാർത്ഥനയും വചന വായനയും ഒരുമിച്ചുള്ള പ്രവർത്തനവും സ്നേഹവും സാഹോദര്യവും ആഴപ്പെടുവാൻ ഓരോ ക്രൈസ്തവനെയും സഹായിക്കുന്നു. കുടുംബത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഇടവകയിലും സമൂഹത്തിലും ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായി പ്രവർത്തിക്കുവാൻ ഓരോ ക്രൈസ്തവനും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഓരോ പ്രായക്കാർക്കും കൂട്ടായ്മയിൽ വളരാനും പങ്കുവെക്കുവാനും ജീവിതത്തിൽ തിരുത്തലുകൾ നടത്തി മുന്നേറുവാനുമുള്ള ഒത്തിരി സംഘടനകൾ ഉണ്ട്. കുട്ടികൾക്കായുള്ള തിരുബാല സഖ്യം, മിഷൻ ലേഹ്, യുവജനങ്ങൾക്കായുള്ള KCYM, മാതാക്കൾക്കും മാതൃവേദി, പിതൃവേദി, വിൻസെന്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഇടവകളിലും കൂട്ടായ്മ വളരുവാനും സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കുവാനും നാം എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. മിസ്സിയോ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാനും കൂടുതൽ ഫലപ്രദമായി വർദ്ധിക്കുവാനും ഓരോരുത്തരെയും വളരെയധികം സഹായിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിസ്സിയോയിൽ വന്നതിന് ശേഷമാണ് ഈശോയ്ക്ക് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കുവാനും നമ്മൾ ഒരാൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പലരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും തിരുത്തലുകളും നടത്തി നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമെന്ന് മനസ്സിലായത്. മിസ്സിയോയിൽ ഓൺലൈനും ഫിസിക്കൽ കോഴ്സും കൂടിയ ഞങ്ങൾ 5 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിഷൻ യാത്ര നടത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഈശോയെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടെ ക്രിസ്തീയത അല്ലെങ്കിൽ നമ്മുടെ സഭാ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഈ യാത്രകൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചു. കൂട്ടായ്മയുടെ ശത്രുക്കളായിട്ട് ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ അഹങ്കാരവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും ആവശ്യമില്ലാത്ത വിമർശനവും. പരസ്പരം വളർത്തുവാനും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുവാനും കൂട്ടായ്മയിലൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയുമെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. നമ്മുടെ പരസ്പര സ്നേഹവും കൂട്ടായ്മയിലുള്ള പ്രവർത്തനവുമാണ് ക്രിസ്തുവിനെ അറിയാത്തവരിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. നമ്മളുടെ ദശാംശം പങ്കുവെച്ചും ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തും നമ്മുടെ കൂട്ടായ്മകൾ സജീവമാക്കുവാനും എന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈ മിസ്സിയോയിലും ഇങ്ങനെയുള്ള കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. വെറുതെ ക്ലാസ്സുകൾ കേട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ പോരാ, ഇത് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അനുദിനം
കൂട്ടായ്മയിൽ വളരാനാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചും മറ്റുള്ളവരെയും കൂടി ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഓരോ ദിവസവും ഈ മിസ്സിയോയിലുള്ള പ്രവർത്തനവും നമ്മെ ശക്തരാക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒന്നും നഷ്ടമാകാതെ ഈശോയ്ക്ക് വേണ്ടി ഓരോ ദിവസം ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബൈബിളിന്റെ അടിസ്ഥാനത്തിലും പ്രായോഗിക തലത്തിലും നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ടെസി ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി ടെസ്റ്റിമോണിക്കായി ജെസ്സി മാത്യുവിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെയാകും നീ. എൻ്റെ പേര് ജെസ്സി മാത്യു. ഞാൻ താമ്പ, ഫ്ലോറിഡയിൽ എൻ്റെ ഹസ്ബൻഡ് ബിജുവും 3 ആൺമക്കളും മൂത്ത മോന്റെ ഭാര്യ ലോറിനുമായി താമ്പായിൽ താമസിക്കുന്നു, USA-യിൽ. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ അനുജിത്തിയുടെ അടുത്ത് നാട്ടിലുണ്ട്. മിസ്സിയുടെ 11th ബാച്ചില് പ്രിലിമിനറി കോഴ്സും 2024 ജനുവരിയിൽ കർഗുറ്റി ഭവനിൽ വെച്ച് 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സും എനിക്ക് എടുക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. കുറിച്ച് ജീവിക്കുന്ന വിശുദ്ധരുടെ അഥവാ ഗുരുക്കന്മാരുടെ കൂട്ടായ്മ അനുഭവം ഞാൻ അനുഭവിച്ചത് ഇന്നലെ എന്നതുപോലെ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ലൂക്ക 12:15 പറയുന്നു, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അത് ഞാൻ മിസ്സിയോ ഭവനിൽ അനുഭവിച്ചറിയുകയായിരുന്നു. ചെന്തമ്പോൾ തന്നെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് നല്ലൊരു കുമ്പസാരത്തിനായി ഞങ്ങളെ ഒരുക്കി, നല്ലൊരു കുമ്പസാരം അന്ന് തന്നെ നടത്തി, അങ്ങനെ യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് തന്നെ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഫ്രീ ബേഡായി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവസ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. മിസ്സിയോ കൂട്ടായ്മയിൽ വലിയവരോ ചെറിയവരോ ഇല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, പരസ്പരം തെറ്റുകൾ തിരുത്തി സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു. ഞാൻ തിരിച്ച് USA-യിൽ വന്നപ്പോഴാണ് എൻ്റെ സ്വഭാവ രൂപീകരണം നടന്നതായി എനിക്ക് തിരിച്ചറിവുണ്ടായത്. കൂടുതൽ സമയം ബൈബിൾ വായിക്കുവാനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ ക്രൂശിനോട് ചേർന്ന് ആ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങി അത് പൂർണ്ണമായും അനുഭവിക്കുവാനും തീഷ്ണതയോടെ ആത്മാക്കളെ നേടാനുള്ള ഒരു തീഷ്ണത എന്നിൽ വളർന്നു വരുന്നതും ഞാൻ അറിഞ്ഞു. കണ്ടുമുട്ടുന്നവരോടും കൂടെ ജോലി ചെയ്യുന്നവരോടും രോഗികളായി കടന്നു വരുന്ന എല്ലാ രോഗികളോടും ഒക്കെ കെറിഗ്മ പങ്കുവെക്കാൻ എന്നിൽ ഒരു കൃപ കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലായി. 7 നിത്യസത്യങ്ങളെ കുറിച്ച് വചനവിചിന്തനം ചെയ്യാനും അത് കൂട്ടായ്മയിൽ ശുശ്രൂഷകളിൽ സാധിച്ചുകൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഭാഗഭാഗത്തുമായി ആയിക്കൊണ്ട് 7 നിത്യസത്യങ്ങളെ കുറിച്ച് പറയുവാനും എനിക്ക് സാധിച്ചു. എന്നാൽ 2026 മാർച്ച് മാസം എൻ്റെ ജീവിതത്തിലെ സങ്കടവും സഹനവും നിറഞ്ഞ ഒരു മാസമായിരുന്നു. എൻ്റെ അനുജത്തിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നു. അവൾ അവിടെയുള്ള 3-4 ഡോക്ടറെ കണ്ടുവെങ്കിലും അവർക്കാർക്കും അതെന്താണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അവളുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വന്നു. കണ്ണാടികൾ പലതും മാറി കൊടുത്തുവെങ്കിലും ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തതിനാൽ അവളും അവളുടെ സ്പൗസും കൂടെ തീരുമാനിച്ചു നാട്ടിലോട്ട് വന്നാൽ ഒരു നല്ല കണ്ണാശുപത്രി, എറണാകുളത്തുള്ള കണ്ണാശുപത്രിയിൽ കാണിച്ച് കണ്ണ് എന്താണെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു പോകാം, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന്. എന്നാൽ പ്ലെയിനിൽ യാത്ര ചെയ്തപ്പോൾ അവൾക്ക് ഒരു ഭയവും ന്യൂറോളജിക്കൽ ചേഞ്ചസും ഉണ്ടായതനുസരിച്ച് നാട്ടിൽ വന്ന ഉടനെ തന്നെ അവർ എറണാകുളം മെഡ്സിറ്റിയിൽ അഡ്മിറ്റ് ആകുകയും ആ മെഡ്സിറ്റിയിൽ അവര് എല്ലാ സ്കാനുകളും MRIയും ലാബ് വർക്കും എല്ലാം ചെയ്തു. എങ്കിലും എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായിട്ട് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ 3 ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ
പ്രത്യേകമായി കണ്ടുവെങ്കിലും അവരൊക്കെ പറഞ്ഞു അവളുടെ സിംറ്റംസ് അനുസരിച്ച് അവളുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതിനാലും വേറെ ടെസ്റ്റുകൾ എല്ലാം നെഗറ്റീവായി വന്നതിനാലും അവരുടെ സംശയം ഓട്ടോ ഇമ്മ്യൂൺ എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ CJD എന്ന് പറയുന്ന അസുഖമാകാമെന്നാണ്. CJD എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ, അബ്നോർമൽ പ്രോട്ടീൻ, പ്രയോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ അവളുടെ ബ്രെയിനിനെ മുഴുവനും അബ്നോർമലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സ്നേഹിതരെ, ആ ടെസ്റ്റ് പൂർണ്ണമായും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നാട്ടിലില്ലാത്തതിനാൽ അത് അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രിയിലോ അയക്കേണ്ടതിനാൽ CSF ഫ്ലൂയിഡ് എടുത്ത് രണ്ടാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് CSF ഫ്ലൂയിഡ് എടുത്ത് അത് ജർമ്മനിക്ക് അയച്ചു. ഞങ്ങളെല്ലാവരും പേടിച്ചതുപോലെ ആ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നു. പക്ഷെ ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകാതെ ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നു ചേർന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാനും 16-12 പറയുന്നു, കർത്താവെ, മരുന്നോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും ഒരുമയോടെ ഒന്നു ചേർന്ന് ഓൺലൈൻ പ്രയർ ആരംഭിക്കുകയും എല്ലാവരും അന്യദിപ്പിച്ച് കുമ്പസാരിച്ച് പൂർണ്ണ സമർപ്പണം നടത്തി യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് തന്നെ വിശുദ്ധീകരിച്ചു. അവളുടെ സ്പൗസും മക്കളും എല്ലാം കുമ്പസാരിച്ച് അവൾക്ക് രോഗീലവന് കൊടുക്കുവാനും സാധിച്ചു. മക്കളുടെയും സ്പൗസിന്റെയും ഞങ്ങൾ സഹോദരങ്ങളുടെയും അവളുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള പ്രാർത്ഥനയും സഹനവും ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സങ്കീർത്തനങ്ങൾ 106 ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കർഷത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 133:1 പറയുന്നു, സഹോദരങ്ങൾ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഈ സഹനത്തെ ഓർത്ത് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ സഹനം കിട്ടുമ്പോൾ നിശബ്ദതയോടെ നിൽക്കണം. അപ്പോൾ അത് അഭിഷേകമായി മാറും. ഫ്രാൻസിസ് അസീസിക്കുണ്ടായ സഹനം കൃപയായി മാറി. റോമാക്കാർക്ക് എഴുതിയ ലേഖന അധ്യായം 12:20 പറയുന്നു, ദാനിയേലിനോട് മാലാഖ പറഞ്ഞു, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടുവെന്ന്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാരും ഉപവസിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം ഞങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തിക്കൊണ്ട് വരുന്നു. എനിക്ക് എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മ അഭിഷേക കൂട്ടായ്മയിലും കൂടുതൽ വിശ്വാസത്തെ നിലനിൽക്കുവാനും വചനം വായിക്കുവാനും കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുദിനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പവിത്രമായ ഒരു ജീവിതം നയിക്കുവാനും അഭിഷേകമായി കണക്ഷൻ ഉണ്ടാകുവാനും ഒക്കെ ഉള്ള ഒരു കൃപ എനിക്കുണ്ടായി. അങ്ങനെ കുടുംബ കൂട്ടായ്മയിലും സഹോദര കൂട്ടായ്മയിലും സഭയാകുന്ന കൂട്ടായ്മയിലും ജോലി സ്ഥലത്തിലുമുള്ള കൂട്ടായ്മയിലും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിൽ പങ്കാളി ആകുന്നു. ആത്മാക്കളെ നേടുവാനുള്ള ഒരു ദാഹവും എന്നിൽ വളർന്നുകൊണ്ടിരുന്നു. മത്തായി 10:42 ഈ ചെറിയവരിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഫെബ്രുവരി 10:24-25 സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്തതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. എൻ്റെ ഈപ്പച്ചനച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം എൻ്റെ എനിക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിൽ ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നു ചേർന്ന് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ജീവിതത്തിലെ വളരെ സങ്കടകരമായ സാഹചര്യത്തിൽ മിസിയോ കൂട്ടായ്മയിൽ നിന്നും അനുഭവിച്ച ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് സഹോദര കൂട്ടായ്മയിലും കുടുംബ കൂട്ടായ്മയിലും തിരുസഭ കൂട്ടായ്മയിലും നിന്ന് പ്രാർത്ഥനയിൽ ഉറച്ച് ദൈവസ്നേഹത്തിൽ എപ്രകാരം ശക്തിപ്പെട്ടുവെന്ന് ഏറെ ഹൃദയസ്പർശിയായി നമുക്ക് പകർന്നു തന്ന ജെസി ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ ആണ്.
കൂട്ടായ്മയെക്കുറിച്ച് ആധികാരികമായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വത്സമ്മ ജോസഫ് നമ്മോടൊപ്പമുണ്ട്. വത്സമ്മ ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ദിശ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് ലഭിക്കുന്നതിനും കൃപ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നു. ധൂർത്തപുത്രനെ പോലെ സ്വന്തം വഴിയെ നടന്നിരുന്നവരായിരുന്നു നമ്മൾ. എന്നാൽ ദൈവവുമായ ഒരു അനുരഞ്ജനത്തിലായി തിരിച്ചു വന്നു. ഇന്ന് ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനും നമുക്ക് കഴിയുന്നു. ഇനി ഈ ഒരു ദൈവസ്നേഹ അനുഭവം എന്നും നിലനിർത്താനും അതുപോലെ ആ സ്നേഹത്തിൽ വളരാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരേണ്ടതുണ്ട്. ഈ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നും ഈ ആഴ്ചയിലും കൂടുതലായി മനസ്സിലാക്കുന്നത്. ഇവിടെ ഡോക്ടർ ടെൻസിയുടെ പ്രഘോഷണത്തിലൂടെയും അതുപോലെ ജെസ്സി മാത്യുവിൻ്റെ സാക്ഷ്യത്തിലൂടെയും ഒക്കെ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് നല്ല നല്ല ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇനി ഈ കൂട്ടായ്മയെക്കുറിച്ച് അല്പം കൂടി വിശദമായി നമുക്കൊന്ന് കാണാം. ഇവിടെ കൂട്ടവും കൂട്ടായ്മയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇവിടെ ജീവനില്ലാത്ത ശരീരം കാണിച്ചിട്ടുണ്ട്. ജീവനില്ലാത്ത ശരീരം ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണ്. ജീവനും ആത്മാവുമുള്ള ശരീരമാകട്ടെ ചലനാത്മകവും ക്രിയാത്മകവുമാണ്, പ്രവർത്തന നിരതമാണെന്ന് അവിടെ കാണും. ഇനി ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. അപ്പോൾ കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇനി കൂട്ടവും കൂട്ടായ്മയും, ഈ കൂട്ടം എന്ന് പറയുന്നതിൽ ജീവനോ ആത്മാവോ ഒന്നും അതായത് ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നില്ല, ഏക മനസ്സല്ലെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ ഇവിടെ കൂട്ടായ്മയിൽ ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം സ്നേഹത്താൽ നിറയുന്നു, ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു, അവർ ഒരു കൂട്ടായ്മ ആയിത്തീരുന്നു. ഇവിടെ റോമ 5:5 നമ്മൾ കാണുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ആ കൂട്ടായ്മയിലേക്ക് വളരാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുന്നത്. ഇനി പരിശുദ്ധാത്മാവ് നിറവുള്ള കൂട്ടായ്മ, ഒരു കൂട്ടായ്മയുടെ സവിശേഷത ഇവിടെ പറയുന്നുണ്ട്. കൂട്ടായ്മയിൽ ഉള്ളവർക്ക് ഒരേ മനസ്സായിരിക്കും, ഒരേ ആശയമായിരിക്കും, അവരുടെ ലക്ഷ്യം ഒരേ ലക്ഷ്യമായിരിക്കും. അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യ വ്യാപനമാണ്. എന്ന് നമുക്കറിയാം, ദൈവം തന്നെ കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സ്വതന്ത്രമായ 3 വ്യക്തികളുടെ സ്നേഹ കൂട്ടായ്മയാണ് ദൈവം. ഈ കൂട്ടായ്മയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:18 നമ്മൾ വായിക്കുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ചേർന്ന ഇണയെ നൽകുന്ന ദൈവത്തെ ഇവിടെ കാണാം. ഈ പ്രപഞ്ചം കൂട്ടായ്മയുടെ ബന്ധത്തിൽ വളരുന്നു. പ്രപഞ്ചത്തിൽ എല്ലാവരും പരസ്പരം സഹായവും പരസ്പരം സഹകരിച്ചും ഒക്കെ ഏറ്റവും നല്ല പ്രപഞ്ചത്തെ, മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഉൽപ്പത്തി 2:15 നമ്മൾ കാണുന്നു, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. മനുഷ്യർ കൂട്ടായ്മയിൽ വളരുന്നത് കാണാം. ഒരു കുടുംബമായി, ഒരു ജനതയായി കൂട്ടായ്മയിൽ വളരാനുള്ള ക്ഷണം ദൈവം അബ്രാഹത്തിന് ഇവിടെ നൽകുന്നതായി കാണുന്നു. ഉൽപ്പത്തി 12:2 നാം വായിക്കുന്നു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും,
അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. അബ്രഹാത്തിനെ ഒരു അനുഗ്രഹമാക്കി ഒരു ജനതയുടെ നേതാവായി ഉയർത്തുന്നത് നമുക്ക് കാണാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ. അവിടെ പുറപ്പാട് 3:15 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് ഒറ്റയ്ക്ക് വിടുന്നില്ല. അവിടുന്ന് ജനത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ലേവ്യർ 26:12 പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ദൈവം സമൂഹത്തിലായിരിക്കാൻ അല്ലെങ്കിൽ ജനത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഈശോയുടെ ഭൂമിയിലെ തിരുക്കുടുംബ കൂട്ടായ്മ. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ഈശോ ഈ ഭൂമിയിൽ അവതരിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ അവതരിച്ച ഈശോ തിരുക്കുടുംബ കൂട്ടായ്മയിൽ വളർന്നു വരുന്നു. ഇതുപോലെ ഈ ഒരു തിരുക്കുടുംബ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് ഈശോ വളരുന്നതും സ്നേഹം പങ്കുവയ്ക്കുന്നതും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായി കാണാം. യേശുവിൻ്റെ ശിഷ്യന്മാരുമായുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ ഈശോ അവരെ വചനം പഠിപ്പിക്കുന്നു. തൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാകാൻ വേണ്ടി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണാം. അങ്ങനെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തന്നോടൊപ്പം തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നതിന് വേണ്ടി അവരെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:14 ഇങ്ങനെ പറയുന്നുണ്ട്, തന്നോടുകൂടെ ആയിരിക്കുവാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും തന്നോടുകൂടെ ഒരു കൂട്ടായ്മ സ്നേഹം പങ്കുവയ്ക്കാൻ ഒരു കൂട്ടായ്മ. ഇനി കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവരവിടെ തീവ്രമായി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേലെ എഴുന്നള്ളി വരുന്നത് നമുക്ക് കാണാം. ആ ഒരു കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:41 നമ്മൾ കാണുന്നു, ആത്മനിറവിൽ നിന്ന് കൂട്ടായ്മ അനുഭവത്തിലേക്ക് പത്രോസ് ജനത്തെ ആഹ്വാനം ചെയ്യുന്നത് കാണാം. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. ഇവിടെ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ്ലീഹ ആ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി സധൈര്യം പ്രസംഗിച്ചപ്പോൾ അന്ന് തന്നെ 3000-ഓളം ആളുകൾ വിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ചു. ഒരു കൂട്ടായ്മയായി വളർന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ ദിവസം തന്നെ പന്തക്കുസ്ത ദിനം തന്നെ സഭയുടെ ഉദ്ഘാടനം നടക്കപ്പെടുന്നതായിട്ട് കാണാം. സഭയുടെ ജനനം ആ ഒരു പന്തക്കുസ്ത ദിനത്തിലായിരുന്നു. തിരുസഭയാകുന്ന കൂട്ടായ്മയിൽ ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ പോപ്പ് ലെയോ 14 ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ ജ്വാല വീണ്ടും ലോകമെമ്പാടും പരക്കണം, എല്ലാ സന്മനസ്സുള്ള ആളുകൾക്കും വഴിയൊരുക്കണം. ഇവിടെ ഇന്നും അതുപോലുള്ള പന്തക്കുസ്ത ദിനത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അനുഭവം, പന്തക്കുസ്ത അനുഭവം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ പാപ്പ ആഗ്രഹിക്കുകയാണ്. ഇനി കൂട്ടായ്മയിലുള്ള വളർച്ച ദൈവരാജ്യ വളർച്ചയാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നീ കാര്യങ്ങളിൽ അവർ വളരെ താല്പര്യപൂർവ്വം പങ്കുചേർന്നതായിട്ട് അവിടെ പറയുന്നു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 2:44 പറയുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു.
അങ്ങനെ സഭ അനുദിനം വിശ്വാസികളാൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കൂട്ടായ്മയിലുള്ള വളർച്ച വീണ്ടും ദൈവരാജ്യ വളർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനം 2:46 വ്യക്തമാകുന്നു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ അനുദിനം ദേവാലയത്തിൽ അവർ ഒന്നിച്ചുകൂടി, ഞായറാഴ്ച ദിവസം മാത്രമല്ല, പിന്നെ അവർ ഏക മനസ്സോടുകൂടി അത്രമാത്രം തീക്ഷ്ണതയോടും താല്പര്യത്തോടും കൂടിയാണ് അവർ ആ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. ഇന്നും നമ്മുടെ അനുദിന ദിവ്യബലിയിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ സഭയാകുന്ന ദൈവരാജ്യ കൂട്ടായ്മ അനുദിനം ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. കൂട്ടായ്മയിൽ എല്ലാവരും ഏക മനസ്സ് ആകുന്നു. അതുപോലെ കൂട്ടായ്മയിൽ സ്നേഹം വളരുന്നു. കൂട്ടായ്മയിൽ സമർപ്പണം ആഴപ്പെടുന്നു. പരസ്പരമുള്ള വളർച്ച നടക്കുന്നു. തിരുത്തലുകൾ സാധ്യമാകുന്നു. ഇനി പ്രാർത്ഥനയിലും പഠനത്തിലും വളരുന്നു. ക്രിസ്തു ശിഷ്യരുടെ രൂപീകരണം കൂട്ടായ്മയിൽ നടക്കുന്നു. ഇവിടെ എഫെസസ് 4:32 വചനം പറയുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഏകാഗ്രതയോടെ പെരുമാറുവിൻ. സമർപ്പണം ആഴപ്പെടുന്നു. അതുപോലെ പരസ്പരമുള്ള വളർച്ച നടക്കുന്നു. തിരുത്തലുകൾ സാധ്യമാകുന്നു. ഇതെല്ലാം കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ്, കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ പ്രാർത്ഥനയിലും പഠനത്തിലും വളരുന്നു. ക്രിസ്തു ശിഷ്യരുടെ രൂപീകരണം നടക്കുന്നു. എഫെസൂസ് 4:32 ഇങ്ങനെ പറയുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ഇവിടെ ക്രിസ്തുവിന്റെ അതേ സ്വഭാവം തന്നെ രൂപപ്പെടുത്താനായിട്ട് കൂട്ടായ്മകൾ സഹായിക്കുന്നു. അതായത് പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവാനായിട്ടുള്ള പരിശീലനം കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് സഹോദരങ്ങളെ. അതുപോലെ 1 കൊരിന്തോസ് 14:26 പറയുന്നു, സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ആത്മീയ വരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ആത്മീയ വരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പൊതു നന്മയ്ക്കാണ്. ഇതെല്ലാം നാം പരിശീലിക്കുന്നതും നമുക്ക് ലഭിക്കുന്നതും കൂട്ടായ്മയുടെ സഹായത്താലാണ്, ഒരു കൂട്ടായ്മയിലാണ്. ഇനി കൂട്ടായ്മയിൽ നമ്മൾ ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുന്ന ചില പ്രത്യേക സഹായ ഘടകങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ദൈവവചന ധ്യാനം. നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നതെന്ന് പറയുന്നത് പോലെ ഇവിടെ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കാൻ, വചനം പഠിക്കാനായിട്ടൊക്കെയുള്ള വലിയ പ്രോത്സാഹനം നമുക്ക് കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ കൗദാശിക ജീവിതത്തിൽ വളരാൻ സഹായിക്കുന്നു. അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള പ്രോത്സാഹനം ലഭിക്കുന്നു. അതുപോലെ വിശുദ്ധ കുമ്പസാരം സമയാസമയങ്ങളിൽ നടത്തുന്നതിന് ഒക്കെയുള്ള വലിയ പ്രോത്സാഹനം കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നു. വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം കൂട്ടായ്മയിൽ, അതിനുള്ള ഒരു പ്രചോദനം, പ്രോത്സാഹനം നമുക്ക് ലഭിക്കുന്നു. പരസ്പരം മറ്റുള്ളവരുടെ വേദനകൾ അല്ലെങ്കിൽ കണ്ണുനീരൊപ്പാൻ ഇവിടെ പറയുന്നുണ്ട്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147:3 പറയുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് യേശു ചെയ്യുന്നത് നമ്മുടെ കരങ്ങളിലൂടെയാണ്. വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് ഈശോയുടെ കരങ്ങളായി മാറാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ
ദശാംശം പങ്കുവയ്ക്കുക. ഈ ദശാംശം പങ്കുവയ്ക്കുക, നമുക്ക് ഉള്ളത് എല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹ കൂട്ടായ്മകളാണെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പം നമുക്കുള്ളതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ കുറച്ച് ഉപയോഗിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് പോലും നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ടും നമ്മളത് സ്വീകരിക്കാനായിട്ടും പരസ്പരം പങ്കുവെച്ച് മറ്റുള്ള ദശാംശം പങ്കുവയ്ക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ആത്മീയ ശിക്ഷണത്തിൽ വളരാനായിട്ട് കൂട്ടായ്മയിൽ നമുക്ക് ആത്മീയ ശിക്ഷണം ലഭിക്കുന്നുണ്ട്. നമ്മൾ തെറ്റായ മൂല്യങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ ഒക്കെ നമ്മൾ തിരുത്തുന്ന ഒരു വേദിയാണ് കൂട്ടായ്മ. ഇങ്ങനെ കൂട്ടായ്മയിൽ ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇനി ദൈവിക ബന്ധത്തിൽ ആഴപ്പെടാനും കൂട്ടായ്മയിൽ വളരാൻ അനുഭവം പങ്കുവയ്ക്കുന്നത് ഇവിടെ കാണാം. അപ്പസ്തോലന്മാര് തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു, ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. 1 യോഹന്നാൻ 1:3 നാം ഇത് വായിക്കുന്നു. അതായത് അപ്പസ്തോലന്മാര് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇങ്ങനെ അറിയിക്കുന്നത് ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാനാണ്. അതായത് ദൈവിക ബന്ധത്തിൽ ആഴപ്പെടാൻ വേണ്ടി കൂട്ടായ്മയിൽ വളരാൻ അനുഭവം പങ്കുവയ്ക്കണം. അതുപോലെ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോഴാണ്, നമ്മൾ അനുഭവിച്ചത് പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുന്നതും അതുപോലെ മറ്റുള്ളവരെ കൂട്ടായ്മയിൽ വളരാനും കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാനും ഒക്കെ സഹായിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ ഇവിടെ സ്ലൈഡിൽ കാണിക്കുന്ന നോക്കാം, ഒറ്റയ്ക്ക് വളരാനാകില്ല. കണ്ടോ, കൂട്ടായ ഒരു സംരംഭമാണ് പഠനം. അപ്പോൾ ഒരുമയിലേ വളരാനാകൂ. 1 കൊരിന്തോസ് 12 അധ്യായം 12 മുതൽ 27 വരെയുള്ള വചനത്തില് ഒരു ശരീരം പല അവയവങ്ങൾ, ഒരു ശരീരം പല അവയവങ്ങൾ എന്നുള്ള ഒരു വലിയ ആശയമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഏക ശരീരമായിരിക്കുന്നു, ക്രിസ്തുവിൽ ഏക ശരീരമായിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി കൂട്ടായ്മയുടെ ആത്മീയത എന്താണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ അപ്പസ്തോലിക ആഹ്വാനത്തില് വിശുദ്ധമായി പറയുന്നുണ്ട്. ഇവിടെ കൂട്ടായ്മയുടെ ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ എന്നാൽ സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. എനിക്ക് എത്ര മനോഹരമായ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനം. അപ്പൊ നമ്മിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മ ഉണ്ടെന്ന് അവിടെ വ്യക്തമാണ്. അതുപോലെ തന്നെ നമ്മിൽ പരിശുദ്ധ ത്രിത്വം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവരിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയുടെ പ്രകാശം കാണാനുള്ള ഉൾക്കാഴ്ചയും ലഭിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു വയ്ക്കുന്നു. ഇനി പാപ്പ ശബ്ദം, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഇങ്ങനെ പറയുന്നു. ഇടവക സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇടവക അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാകുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക എന്ന് ഫ്രാൻസിസ് പാപ്പ ഇടവക സമൂഹത്തെ പറ്റി പറയുന്നു. ഇവിടെ ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനാണ് ഇന്ന് പുണ്യസങ്കേതം ഉണ്ടോ. അത്രയും വലിയൊരു രക്ഷാ കേന്ദ്രമായിട്ടാണ് ഇവിടെ ഇടവകയെ വിശേഷിപ്പിക്കുന്നത്. ഇനി സകലരും സഹോദരർ, ഭൂമി പൊതുഭവനം. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമി തന്നെയാണ് നമ്മുടെ പറുദീസ. നമ്മുടെ പറുദീസ ആകുന്ന ഭവനം ഈ ഭൂമി തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ഒറ്റ
കൂട്ടായ്മയിലാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ക്ഷണിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സഭാ കൂട്ടായ്മയിലും അതുപോലെ ഇടവകയിലെ മറ്റ് ചെറിയ കൂട്ടായ്മകളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകകളിലെ മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പങ്കെടുത്ത് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യാം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നല്ലൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വളരെ മനോഹരമായ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ സാധ്യമായ കൂട്ടായ്മകളെക്കുറിച്ചും കൂട്ടായ്മയിലെ പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചും കൂട്ടായ്മയിൽ നാം എങ്ങനെ ആയിരിക്കണമെന്നും പ്രാർത്ഥനയും സ്നേഹവും സമർപ്പണവും തിരുത്തലുകളും പങ്കുവെക്കലുകളുമെല്ലാം കൂട്ടായ്മയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കി തന്ന വത്സമ ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈൻ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസുകളുള്ള മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജൂൺ 15 മുതൽ 20 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക: 9746917273, 7012574557. കൂടാതെ ജൂൺ 3 മുതൽ 13 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ ഫുൾ മിസിയോ ഫിസിക്കൽ കോഴ്സ് നടത്തുവാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കുമൊക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും റെസിഡൻഷ്യൽ കോഴ്സ് കൊടുക്കുന്നതിന് മിസിയോ ടീം റെഡിയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കോഴ്സ് കൊടുക്കുവാൻ താല്പര്യമുള്ളവർ മിസിയോ റിസോഴ്സ് ടീമുമായി ബന്ധപ്പെടുക. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ ശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷൻ ആണ്. അതിനായി ഡോക്ടർ AJ അഗസ്റ്റിൻ നമ്മോടൊപ്പമുണ്ട്. ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി, പരിശുദ്ധാത്മ അഭിഷേകം പ്രാർത്ഥനകൾ നടത്തി പരിശുദ്ധാത്മ നിറവിലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പസ്തോലന്മാര് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് സിഹോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ യഹൂദരെ ഭയന്നിരുന്ന ശിഷ്യന്മാര് ഒറ്റ കൂട്ടമായിട്ട് ഒരേ ആത്മാവുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കുറച്ചു പേര് ചേർന്നാൽ അതൊരു കൂട്ടം മാത്രമേ ആവുള്ളൂ. അതൊരു കൂട്ടായ്മ ആകണമെങ്കിൽ ഈ സംഭവം, ഈ പെന്തക്കുസ്ത അനുഭവം നമുക്ക് നൽകുന്ന പാഠം, കൂട്ടായ്മയുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്.
എല്ലാ സെഷനുകൾക്കും ശേഷം നമ്മുടെ ഒരു പ്രത്യുത്തരം നാം പ്രതീക്ഷിക്കുന്നുണ്ട്. നാം ഓരോ സെഷൻ കഴിയുമ്പോഴും ആ പ്രത്യുത്തരങ്ങള് കുമ്പസാരമായിട്ടും നാം ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുന്നതായിട്ടും ഒക്കെ കഴിഞ്ഞതാണ്. എന്നാൽ ഈ ആഴ്ചയില് നമ്മോട് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരം ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നാം ഒക്കെ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ തന്നെ ആ കുടുംബം എന്ന കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മ ഒരു ഇടവകയുടെ ഭാഗമായുള്ള കുടുംബമാകുമ്പോൾ ആ ഇടവകയിലും നാം ഒരു കൂട്ടായ്മയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഇടവക സമൂഹം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം ശിഷ്യന്മാര് അല്ലെങ്കിൽ പത്രോസ്, പ്രമുഖനായിട്ടുള്ള ശിഷ്യൻ പത്രോസ് തന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ 3000-ഓളം പേര് അന്ന് സ്നാനം സ്വീകരിച്ച് ഈ പുതിയ കൂട്ടായ്മയിൽ അംഗങ്ങളായി എന്ന് നാം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങള് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട ആ ജനം ഹൃദയം നുറുങ്ങി ചോദിക്കുന്നുണ്ട്, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പശ്ചാത്തപിക്കണമെന്നും യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണമെന്നും പത്രോസ് അവരെ ആഹ്വാനം ചെയ്യുന്നതായിട്ടും അവര് അത് ശിരസ വഹിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് അവർ ഒറ്റ സമൂഹമായി മാറിയെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചവരെല്ലാം ഒറ്റ സമൂഹമാവുകയും അവരെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു എന്നും, അങ്ങനെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നുകൂടി നാം അവിടെ വായിക്കുന്നു. അങ്ങനെയുള്ളൊരു സമൂഹമായി മാറാൻ ഇടവക കൂട്ടായ്മയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ ഈ ആഴ്ച നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ നീതി പരിസയരുടെ നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. നാം ഇവിടെ കേട്ടത് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നാം ഒക്കെ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ ചില അള്ളിപ്പിടുത്തങ്ങളെ പറ്റിയൊക്കെ നേരത്തെയുള്ള സെഷനിലൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ അള്ളിപ്പിടുത്തങ്ങളൊക്കെ വിട്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ആ ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് ഒരു ദൈവ കുടുംബമായിട്ട് മാറണം. നാം ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഈ സെഷനുകളിലൊക്കെ വളരെ ആത്മാർത്ഥമായി പങ്കെടുത്ത് ഈ ബോധ്യങ്ങൾ ഉണ്ടായാൽ മാത്രമല്ല, ആ ബോധ്യങ്ങൾ ഇനി പ്രവൃത്തിയിലേക്ക് നമ്മുടെ ഒരു നിലപാടായിട്ട് അതൊരു പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ മാത്രമേ അതിന് ഫലം നൽകുവാനായിട്ട് സാധിക്കൂ. അങ്ങനെയെങ്കിൽ നാം ഈ കൂട്ടായ്മയുടെ സെഷൻ കഴിയുമ്പോൾ നാം ഒരു കൂട്ടായ്മയുടെ ഭാഗമാവണം. വെറുതെ കുറെ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ അവയവങ്ങളുടെയോ അല്ലെങ്കിൽ കുറെ ആളുകളുടെയോ ഒരു കൂട്ടമാവുകയല്ല, ഒരു പരിശുദ്ധാത്മ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗം ആകണം. അതിനിപ്പോഴും നമുക്ക് ഏറ്റവും മനോഹരമായി സഭ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടവക കൂട്ടായ്മയാണ്. ആ ഇടവക കൂട്ടായ്മകളെല്ലാം ചേർന്നതാണ് ഈ സഭ. സഭ യേശു തന്നെയാണ്, യേശുവിന്റെ മൗതിക ശരീരമാണെന്ന് പറയും. ആ മൗതിക ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം. അങ്ങനെയാണെങ്കിൽ നാം വായിക്കുന്നുണ്ട്, ഒരവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദനിക്കുന്നുവെന്ന്. ഒരു അവയവം ബഹുമാനിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും അതിനോടുകൂടി സന്തോഷിക്കുന്നു. ഇതാണ് സഭയുടെ യഥാർത്ഥ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടവകയിലെ
ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോൾ അന്ന് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ ഈ കൂട്ടായ്മയില്, ഈ ഇടവകയാകുന്ന കൂട്ടായ്മയില് പ്രാർത്ഥനയിൽ ഒന്നാകാനും പരസ്പരം സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യാനും രോഗികളായിട്ടുള്ളവരെയും വയോധികരായിട്ടുള്ളവരെയും ഏകാകികളായവരെയും ഒക്കെ ശ്രദ്ധിക്കുവാനും യുവജനങ്ങളുടെയും കുട്ടികളുടെയും സഭാജീവിതത്തിലേക്ക് അവരെയൊക്കെ അടുപ്പിക്കുവാനും ഭിന്നതകളെക്കാൾ കൂടുതലായിട്ട് സ്നേഹത്തിന് പ്രാധാന്യം നൽകുവാനും ഒക്കെ ഇടവകയ്ക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഇടവക ഒരു സ്ഥാപനമായി മാറില്ല, അതൊരു കുടുംബമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് നമ്മുടെ ചുറ്റുമൊന്ന് ശ്രദ്ധിക്കാം. വേദന അനുഭവിക്കുന്നവരെ ഒരുമിച്ച് ചേർത്ത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ അവരുടെ വേദന എൻ്റെ കൂടി വേദനയാണെന്ന് അറിയുവാനും. നമുക്കറിയാം, ആദിമസഭയിലും അതുപോലെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ ദശാംശം കൊടുക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ദശാംശം പണം എന്നാണ് ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ദശാംശം നമ്മുടെ സമയവും ആരോഗ്യവും സമ്പത്തും നമ്മുടെ കഴിവുകളും ഒക്കെ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിലെ നീതിയാണ്, ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത്. ദശാംശം മാത്രമായിട്ട് ഒതുക്കരുത്, മറിച്ച് നിങ്ങളുടെ നീതി പരിസയരുടെ നീതിയേക്കാൾ അതിനെ അതിശയിപ്പിക്കുന്നതാവണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞ ആ തമ്പുരാന്റെ ആ നീതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ കഴിവുകള്, നമ്മുടെ സമ്പത്ത് ദശാംശത്തിനപ്പുറത്തേക്ക് നൽകുവാൻ തക്ക വിധത്തില് ഒരു കൂട്ടായ്മ അനുഭവത്തില്, ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള കൂട്ടായ്മയിലാകുവാൻ ഈ ആഴ്ചയിൽ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ സ്വർഗരാജ്യത്തിലേക്ക് കയറുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വിവരിക്കുന്നിടത്ത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നാം ഇവിടെ ഡോക്ടർ ടെൻസിയുടെ പ്രഘോഷണത്തിലും ജെസ്സി ചേച്ചിയുടെ ആ ടെസ്റ്റിമണിയിലും ഒക്കെ, അതുപോലെ തന്നെ വത്സമ്മയും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നത്, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരു കൂട്ടായ്മയിൽ നമ്മളാകുമ്പോൾ തങ്ങളുടെ ഏറ്റവും സങ്കടപ്പെടുന്ന അവസരത്തിൽ പോലും ആ കുടുംബം ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈ സഹനം ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനായിട്ട് തക്ക വളർച്ച ദൈവം അവർക്ക് മനസ്സിന് കൊടുത്തു, അതിനുള്ള ശക്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് നാം ആ ടെസ്റ്റിമണിയിൽ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ ഇത് ഒരാൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നതല്ല, സൗജന്യമായിട്ട് നമുക്കെല്ലാം തന്നിരിക്കുന്ന ദാനമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യത്തിന് ഉള്ളത് ഈ ലോകത്തിൽ തന്നെ ദൈവം കരുതിയിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ അത്യാർത്തിക്ക് അത് ഒന്ന് തൃപ്തിപ്പെടുത്തുവാനുള്ളത് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഈ ലോകം പൊതുഭവനമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, നാം ഒക്കെ ദൈവത്തിന്റെ മക്കളാണ്, നമ്മളെല്ലാം സഹോദരരാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിലെ നമ്മുടെ ഇടവകയിലെ ഒരാൾ പോലും വിശന്നിരിക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ, ഇന്നത്തെ ഒരു വലിയ വിഷമം എന്താണ്? ഒറ്റപ്പെടലാണ്. അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സമൂഹത്തില് അവർക്കൊക്കെ ഒരു താങ്ങായിട്ട് തണലായിട്ട് മാറുവാനായിട്ട് ഈ കൂട്ടായ്മ അനുഭവം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതാണ്, ദാഹത്തോടെ ചോദിച്ച് വാങ്ങണം. ആ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളിലൊക്കെ ഉണ്ടാവുന്ന പരിവർത്തനം നമുക്ക് പോലും ചിലപ്പോൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ജസേജി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഈ മിസ്സിയോ കൂട്ടായ്മയില് ആ ഓൺലൈൻ കോഴ്സും
അതുപോലെ തന്നെ 6 ദിവസത്തെ താമസിച്ചുള്ള ആ ക്ലാസ്സുകളുമൊക്കെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് എന്നിൽ തന്നെ ഒരു രൂപാന്തരീകരണം വന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കും ഇത് സാധ്യമാണ്. ഇന്നു മുതൽ ദൈവത്തെ അന്വേഷിക്കുന്ന, അവരിലെ ദൈവത്തെ കണ്ടെത്തുന്ന ഏറ്റവും നല്ല ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ ദൈവം നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒരു കൂട്ടായ്മയിൽ വെറുതെ ആയിരിക്കുകയല്ല, പരിശുദ്ധാത്മ പ്രേരണയാൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തന്ന അഗസ്റ്റിൻ ചേട്ടന് ഒത്തിരി നന്ദി. ഒരു വാക്ക് ഡിഷയുടെ അനൗൺസ്മെന്റില് ഒരു തിരുത്തി ഞാൻ പറയുന്നേ. തൊടുപുഴത്തെ പ്രോഗ്രാം 3 മുതൽ 13 വരെ അല്ല, 8 മുതൽ 13 വരെയാ കേട്ടോ. മോള് പറഞ്ഞത് 3 മുതൽ എന്നാ. 8 മുതൽ 13 വരെയാണ് തൊടുപുഴത്തെ പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു അലിസ് ചേച്ചി. അടുത്തതായി ഫൈനൽ ബ്ലെസ്സിങ്ങും മെസ്സേജും നൽകുന്നതിനായി റെവറൻഡ് ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അച്ഛൻ കേറിയിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛനുണ്ട്. അച്ഛാ മൈക്ക് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്യണേ പ്ലീസ്. ചേട്ടാ, അച്ഛൻ ഹോസ്റ്റല്ല. അച്ഛാ മൈക്ക് ഓൺ ചെയ്യണേ. ഓക്കെ. അയ്യോ, അച്ഛാ മൈക്ക് ഓൺ ചെയ്യണേ. അച്ഛാ മൈക്ക് ഇടത്ത് വശത്തെ ആ ചെറിയ അതിലൊന്ന് തൊട്ടാല് അത് ഓണാകും. മൈക്ക് ആ ചുമന്ന ഒരു സാധനം കാണുന്നില്ല, അതിലൊന്ന് തൊട്ടേ. ഓണല്ല. ടോമിച്ചൻ ചേട്ടന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ അച്ഛന്? അച്ഛന്റെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിതാവ് വന്നിട്ടുണ്ടേ. തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മോട് സ്നേഹ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പിതാവ് മ്യൂട്ടാണല്ലോ. എപ്പോഴാ കേൾക്കാമോ? കേൾക്കാം. ഞാൻ വേറൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാനൊന്ന് ജസ്റ്റ് വന്ന് നിങ്ങളെ വന്ന് കാണാന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെയധികം പുരോഗമിക്കുന്നു എന്നറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ വിഷയം കൂട്ടായ്മയെ കുറിച്ചായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ കെരിഗ്മയിലെ മറ്റൊരു തൂണാണ്
കൂട്ടായ്മ എന്നുള്ളത്. അവർ അപ്പസ്തോലന്മാര് ഒരുമിച്ച് ചേർന്ന് ആ വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് സഭ ഉത്ഭവിച്ചത്. ആ സഭയാണ് ഇന്നും ഈ ദൗത്യം തുടർന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതോ വലുതോ ആയ കൂട്ടായ്മകളാണ് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതില് നമ്മളൊക്കെ പങ്കുചേരണം. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രത്യേകത, ഐ വാണ്ട് ജീസസ്, ഐ ഡോണ്ട് വാണ്ട് ദ ചർച്ച്. എനിക്ക് ഇങ്ങനെ കൂട്ടായ്മകളിലോ ഒന്നും പോകാനോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് എന്നാ യേശുവിനെ എനിക്ക് വേണം, ദൈവത്തെ എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്താനും അവരോടൊപ്പമായിരിക്കുവാനുമുള്ള ഒരു വിമുഖത ഇന്ന് പൊതുവെ കാണുന്നുണ്ട്. അത് ഒരു സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമാണ്. അതൊരു അഹങ്കാരത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഒരു എളിമയുള്ളവർക്ക് മാത്രമേ ഒന്നിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഇടവകയിലെ ഒരു സംഭവം ഞാൻ ഓർക്കണത്, ഞങ്ങള് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ഒരു സ്ഥലത്ത് ഒരു പിൽഗ്രിമേജ് ഒരു ഇടവകയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് വരണം, ഒരു ബസ് ഇട്ടിട്ടുണ്ട്, ബസ്സിലേക്ക് വരണം എന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞു. അപ്പൊ ചിലര് പറഞ്ഞു, ഓ ഞാൻ കാറിന് ഞാൻ വന്നോളാം, ഞാൻ ബസ്സിന് വരാൻ പറ്റില്ല. അപ്പൊ കുറെ തടസ്സങ്ങള് അവര് പറയും. അതല്ല, ഇതിന് കാറിന് അവിടെ എത്താൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. അവരും പറയും, ഞാൻ എൻ്റെ കുട്ടികളും കൂടി ഞാൻ അങ്ങോട്ട് വന്നോളാം, ഞാൻ ബസ്സിൽ വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത് ഒരു ശരിയല്ല. നമ്മള് ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോ എന്താണോ ആ കൂട്ടായ്മയുടെ ശാക്തീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളത്. എനിക്ക് കാറുണ്ട്, എനിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോകാം, എനിക്ക് പോയി അവിടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു ഒറ്റയാൻ സംവിധാനമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഒരു കൂട്ടമായ ഒന്നിച്ചുള്ള ഒരു സംവിധാനത്തിലാണ് കർത്താവ് അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈശോ തന്നെയും ഈ 2 പേരായിട്ടാണ് അവിടുന്ന് ശ്രീഹന്മാരെ അപ്പോസ്തലന്മാരെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് അവിടുന്ന് അയച്ചത്. ഈ 2 പേരായിട്ടാണ് അവിടുന്ന് അവരെ അയച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ പ്രേക്ഷിത വേല എപ്പോഴും ഒരു ടീം വർക്ക് ആയിരിക്കണം. അതുപോലെ സുവിശേഷ പ്രഘോഷണവും ഒരു ടീം വർക്കിൽ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. ഒറ്റയാന്മാരായിട്ട് അതിനെ കാണാനായിട്ട് നമുക്ക് കഴിയുകയില്ല. പൗലോസിന് സഹപ്രവർത്തകരുണ്ടായിരുന്നു, മാർക്കോസിന് പത്രോസിന് സഹപ്രവർത്തകരുണ്ടായിരുന്നു കൂടെ പോരാനായിട്ട്, കൂടെ ഒന്നിച്ചു പോകാൻ. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് വേണമെന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അവര് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും അവർ ഒന്ന് പങ്കു ചേർന്നുകൊണ്ടാണ് അവരുടെ ആ വിശ്വാസ ജീവിതം അവർ കൊണ്ടുപോയത്. അതിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും പുറം ലോകങ്ങളിലേക്ക് അധികം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഒറ്റയാന്മാരായിട്ട് പോകാനാണ് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രലോഭനം ഉണ്ടാവുക. പക്ഷെ അത് ക്രിസ്തീയമായ വീക്ഷണത്തില് അത് ശരിയല്ല. നമ്മൾ ഒന്നിച്ച് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് വളരണം. എന്നാൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഭയുടെ ഒരു വലിയ പോരായ്മ, നമുക്ക് ആ കൂട്ടായ്മ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരവര് വളരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നാള് നമ്മുടെ റോയ് അച്ഛൻ പ്രസംഗിച്ച പോലെ അച്ഛൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒറ്റയ്ക്ക് വളരുകയും ഒന്നിച്ച് തളരുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ള പല സമൂഹങ്ങളെ നോക്കിയേ, അവരൊക്കെ എന്തുമാത്രം കൂട്ടായ്മയോടുകൂടിയും അവരെന്തുമാത്രം സംഘടിതരായിട്ടാണ് ഓരോ അവരുടെ സമുദായത്തിന്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. എന്നാൽ നമ്മളെ പോലെ ഇത്രയും ഛിന്ന ഭിന്നമായവരും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരും ക്രൈസ്തവര് മാത്രമുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെയല്ല നമ്മുടെ സ്ട്രക്ചർ. നമ്മുടെ വിശ്വാസത്തിന്റെ സ്ട്രക്ചർ അതല്ല. നമ്മൾ ഒരു ഐക്യത്തില്
ഒരുമിച്ച് എല്ലാ കൂട്ടായ്മകളും, അത് ചെറുതോ വലുതോ ആയ കൂട്ടായ്മ, ഇപ്പോൾ ഇടവകയാണെങ്കിൽ അതിനകത്ത് പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഉണ്ടാവും, പിന്നെ ഇടവക സമൂഹം മൊത്തം ഉണ്ടാവും, അതുപോലെ ഒരു രൂപത സമൂഹം മൊത്തമായിട്ട് വരും. അങ്ങനെ നമുക്ക് വലിയൊരു കൂട്ടായ്മയുടെ മനുഷ്യരായിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അത് നമ്മുടെ സുവിശേഷ സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. കർത്താവായ ഈശോയെ, ഈ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. അവിടുന്ന് വാർത്തെടുത്ത ആ ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അതിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുത്. ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും അതിനോടെല്ലാം പ്രതികരിക്കുന്ന വിധത്തിൽ ഞങ്ങളെ അതിനോട് ചേർത്ത് നിർത്തുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, മറിയസ്യ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധ ആത്മാക്കളെ, മാലാഖമാരെ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കേട്ടോ, നന്നായിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കണം കേട്ടോ. ഡെലിവറി ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമായിരുന്നു, പക്ഷെ എനിക്ക് അടുത്തതായി ഫൈനൽ ബ്ലെസ്സിങ്ങും മെസ്സേജ് നൽകുന്നതിനായി റവറൻ ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛനെ ക്ഷണിക്കുന്നു. മനോജ അൺമ്യൂട്ട് ചെയ്യണേ. അച്ഛനവിടെ നെറ്റ് പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ വല്ല മനോജിനെയും ആണോ കോഹോസ്റ്റ് ആക്കിയിരിക്കുന്നത് നോക്കിയേ. അച്ഛനെയാണോ വേറെ വല്ല മനോജും ആണോ എന്ന്? അല്ലല്ല, അച്ഛൻ തന്നെയാ. അതെ, അച്ഛനവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് ചേച്ചി. എന്നെ വിളിച്ചിരുന്ന ഇടയ്ക്ക് അച്ഛൻ വീണ്ടും കട്ടായി പോയി. സാരമില്ല, നിഷ വൈൻഡപ്പ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. സോ അച്ഛന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രജിത് ചേട്ടന്റെ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ആർജവത്തോടെ വിശ്വാസ പരിശീലന രംഗത്ത് ശോഭിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് സമാപന ഗാനത്തിനായി രജിത് ചേട്ടനെ ക്ഷണിക്കുന്നു. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്ത. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്ത. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്ത. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്ത.